ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പുതിയൊരു പ്രോഡക്റ്റുമായിട്ടാണ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഗുണഫലം എന്ന് വെച്ചാൽ നമുക്ക് ആസ് എ ഡെൻറ്റിസ്റ്റ് ഞാനിത് പ്രിവിലേജ്ഡ് ആണ്. ഈ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ഏറെ എക്സൈറ്റഡും കൂടെയാണ്. കാരണം ഇതൊരു ടൂത്ത് പേസ്റ്റ് എവല്യൂഷനാണ്. നമ്മൾ പലതരം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്കിത് കഴിക്കാൻ കഴിയുന്ന ടൂത്ത് പേസ്റ്റ് വളരെ വിരളമാണ്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൂത്ത് പേസ്റ്റ് ഗ്രൂപ്പ് ഫാർമ വിപണിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശദീകരണവും അത് എങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് കുഞ്ഞു കുട്ടികളിലൊക്കെ പല്ല് തേച്ച് കൊടുക്കുമ്പോഴേക്കും നമ്മൾ പേടിച്ച് അവിടെ വായ്ക്കകത്ത് ടൂത്ത് പേസ്റ്റിൻ്റെ അംശം പോകാതെ നമുക്ക് മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്ത് പേടിച്ചില്ലേ ഇതുവരെ നമ്മൾ പല്ല് തേപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഒരു പേടി വേണ്ട. കുഞ്ഞു കുട്ടികൾക്കായിട്ട് പ്രത്യേകമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ടൂത്ത് പേസ്റ്റ് വിപണിയിൽ എത്തിയിട്ടുണ്ട്. അത് അകത്ത് പോയാൽ അതായത് ഈവൻ നമുക്കത് കഴിക്കുകയും ചെയ്യാം. ഇതിനകത്ത് ഫുഡ് കോമ്പണൻസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ടൂത്ത് പേസ്റ്റ് വേറിട്ട് നിൽക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു എവല്യൂഷൻ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമുക്കിത് കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് ടൂത്ത് പേസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇത് കിഡ്സിനാണ്. 12 മാസം തൊട്ട് 3 വർഷം വരെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. സേഫായിട്ട് നമുക്കിത് അകത്തേക്ക് അതായത് സ്വോളോ ചെയ്യാനായിട്ട് കഴിക്കാനായിട്ട് പറ്റും. പല്ല് തേപ്പിക്കുമ്പോൾ ഈ ടൂത്ത് പേസ്റ്റ് അകത്ത് പോയെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകത്തില്ല. ഫുഡ് പ്രോഡക്റ്റുകൾ മാത്രം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റാണിത്. ഇതിൻ്റെ പേര് എത്തി ആസ്പയർ. കുഞ്ഞു കുട്ടികൾക്ക് പല്ല് തേപ്പിച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പല്ല് വായ്ക്കകത്ത് വരുന്നത് മുതലേ പല്ല് തേക്കണമെന്നാണ് പറയുന്നത്. അതായത് 6 മാസം തൊട്ട് ഈവൻ താഴത്തെ 2 പല്ല് എമർജായി വരുന്ന ടൈം തൊട്ടേ പല്ല് തേപ്പിക്കണം എന്നാണ് നമുക്ക് പറയുന്നത്. അതിന് നമുക്ക് പാരൻസിന് പ്രത്യേകമായിട്ട് ഒരു ബ്രഷ് അവൈലബിൾ ആണ്. ഫിംഗർ ടിപ്പിൽ കയ്യുറ പോലെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഉണ്ട്, ഫിംഗർ ബ്രഷ്. അതാണ് കുഞ്ഞുങ്ങൾക്ക്, തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് അനിവാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ സേഫാണ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ വാദം. ഇപ്പോൾ ഇത് വിപണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിശദീകരണം കൂടെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള 6 ഫുഡ് പ്രോഡക്റ്റുകളിലെ എക്സ്ട്രാക്ട്സ് എല്ലാമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പ്രിസർവേറ്റീവ് കൊടുക്കാതെ ഉണ്ടാക്കിയിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ആണ്. അത് ഹൈലൈറ്റ് ആണ്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ വീഗൺ ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരും പേടിക്കേണ്ട. ഇത് 100% നാച്ചുറലായിട്ടുള്ള വെജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ട്. എത്തിയസ്ഫിയർ എന്ന് പറഞ്ഞ മീനിങ് തന്നെ ഒരു ഇന്നർ മീനിങ് എന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞൊരു മീനിങ് ഉണ്ട്. സോ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അതിന് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ടൂത്ത് പേസ്റ്റ് പാക്ക് ചെയ്ത് വരുന്ന ട്യൂബ് മുതൽ അതിൻ്റെ ക്യാപ്പ് വരെ ബയോ കമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കമ്പനി ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് വളരെയധികം നീതി പുലർത്തുന്നുവെന്ന് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊട്ടിച്ച് നോക്കാം എന്താ സിറ്റുവേഷൻ അകത്തുള്ളതെന്ന്. ഇതാണ് ആ പ്രോഡക്റ്റ്, എത്തിയസ്ഫിയർ. ശരി, നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ക്യാപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വെള്ള കളറാണ് നമ്മുടെ. ശരി, ഞാനൊന്ന് കഴിച്ചു നോക്കുകയാണ്. അകത്ത് പോയാലും വേറെ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Let me try this. മധുരം എന്ന് വെച്ചാൽ ചെറിയൊരു മധുരം, ചെറിയൊരു ഫ്ലേവർ. അത് പോയാലും വേറെ വിഷയമില്ല എന്നായതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തന്നത്. സേഫ് യൂസ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴേക്കും വായിൽ നിന്നുള്ള നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം വരുന്ന ആ പതയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തുപ്പാനായിട്ട് അവർ എൻകറേജ് ചെയ്യുക. അവർ മാക്സിമം തുപ്പിച്ച് കളയുക. ഇല്ലാത്ത പക്ഷം കുറച്ചൊക്കെ അകത്ത് പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഡയറക്റ്റായിട്ട് മാക്സിമം ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാതിരിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഡയറക്റ്റ് കുഞ്ഞുങ്ങളിൽ ഇത് സേഫാണെന്ന് പറഞ്ഞ് ഈ ട്യൂബോടെ എടുത്ത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തയക്കുകയും ചെയ്യരുത്.
അത് വളരെ ദോഷം ചെയ്യാം. മേ ബി ഇത് കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് എടുത്ത് കഴിച്ചാൽ അത് ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ട് ഡയറക്റ്റ് സൂപ്പർവിഷനോട് കൂടെ തന്നെ ഈ പ്രോഡക്റ്റ് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുക. നിങ്ങൾ എടുത്തു കൊടുക്കുക. നിങ്ങളുടെ സൂപ്പർവിഷനോട് കൂടെ തന്നെ ബ്രഷ് ചെയ്യുന്നത് വാഷ് ചെയ്ത് കുഞ്ഞുങ്ങളെ സേഫാക്കി വിടുക. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മൾ സാധാരണ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കും പോലെ ഉപയോഗിച്ചാൽ മതിയാവും. അതായത് നമ്മുടെ പീ സൈസ്ഡ് മാത്രമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ക്വാണ്ടിറ്റി മാത്രം ഇത് ഉപയോഗിക്കുക. ടൂത്ത് പേസ്റ്റിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഫ്ലോറിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം പിക്ചർ പീ സൈസ്ഡിൻ്റെ. അപ്പോൾ അത് കണക്കാക്കി കുഞ്ഞുങ്ങൾക്ക് അതുകൂടെ അങ്ങനെ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾ മാത്രമല്ല ബ്രഷ് ചെയ്യാനായിട്ട് എല്ലാ പേർക്കും ആ ഒരു സൈസിലുള്ള ടൂത്ത് പേസ്റ്റാണ് റെക്കമെൻഡ് ചെയ്യാറ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പീ സൈസ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നന്നായിട്ട് തുപ്പിച്ച് കളയുക. അതുപോലെ തന്നെ കഴുകിയും കളയുക കേട്ടോ. എന്നിട്ട് നമുക്ക് 2 നേരം രാവിലെയും രാത്രിയും ഇത് ഉപയോഗിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ബയോയിലും കൊടുത്തേക്കാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.